വെബ്സൈറ്റ് സെക്യൂരിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ വേർഡ്പ്രസ് കുറച്ച് വൾണറബിൾ ആണ്. അതുകൊണ്ട് തന്നെ സെക്യൂരിറ്റിയുടെ കാര്യങ്ങൾ നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട് നോക്കണം. പക്ഷേ ഈ വീഡിയോയിൽ നമുക്ക് വെബ്സൈറ്റിൻ്റെ ബാക്കപ്പ് എങ്ങനെ നമുക്ക് സേവ് ചെയ്യാമെന്ന് നോക്കാം. പല രീതിയിൽ വെബ്സൈറ്റിൻ്റെ ബാക്കപ്പ് നമുക്ക് എടുക്കാം. ഒന്നാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഈ ഒരു വെബ്സൈറ്റ്, ഈ ഒരു ട്യൂട്ടോറിയൽ സീരീസിലെല്ലാം നമ്മൾ റെഫറൻസ് ചെയ്യുന്നത് learnwithsebin.com എന്ന് നമ്മൾ വീഡിയോയിൽ ഹോസ്റ്റ് ചെയ്ത ഈ ഒരു വെബ്സൈറ്റിനാണ്. സോ ആ ഒരു വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത് DigitalOceanലാണ്. ഇതുപോലെ തന്നെ സെർവർ പ്രൊവൈഡേഴ്സ് ഉണ്ടാവും, ഗോഡാഡി ആയിരിക്കാം, അല്ലെങ്കിൽ എന്ത് ഹോസ്റ്റിംഗ് കമ്പനി ആണെങ്കിലും അവരുടെ ഹോസ്റ്റിംഗ് സൈഡിൽ തന്നെ നമുക്കൊരു ബാക്കപ്പ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഇവിടെ DigitalOceanൻ്റെ എക്സാമ്പിളിലാണെന്നുണ്ടെങ്കിൽ ഇതിനുള്ളിൽ സ്നാപ്ഷോട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇൻ കേസ് നമുക്കൊരു റെഡി ആയിട്ടുള്ളൊരു സെർവർ, നമ്മൾ ഫുള്ളി വെബ്സൈറ്റിൻ്റെ എല്ലാ വർക്കുകളും കഴിഞ്ഞു, ഇനി നമുക്കിതൊന്ന് സേവ് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു സെർവർ മൊത്തത്തിലെ എൻവയോൺമെൻറ്റ് നമുക്കൊരു നെയിം കൊടുത്ത് ഒരു സ്നാപ്ഷോട്ട് സേവ് ചെയ്ത് വെക്കാം. പിന്നീട് എപ്പോഴെങ്കിലും സെർവർ ക്രാഷ് ആവുകയോ ഫെയിൽ ആവുക എന്തെങ്കിലും വരികയാണെങ്കിൽ നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് ആ ഒരു സ്നാപ്ഷോട്ട് മൊത്തത്തിലങ്ങ് റീസ്റ്റോർ ചെയ്യാം. സെർവറിൻ്റെ കംപ്ലീറ്റ് എൻവയോൺമെൻറ്റ് അടക്കം റീസ്റ്റോർ ചെയ്യും. ഏറ്റവും സേഫ് ആയിട്ടുള്ളൊരു ബാക്കപ്പ് മെത്തേഡാണിത്. പക്ഷേ ഇത് ഒരുപാട് സേവ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഓരോ സ്നാപ്ഷോട്ടിനും ഇവർ ചാർജ് ചെയ്യുന്നുണ്ട് അതിൻ്റെ സ്പേസ് അനുസരിച്ച്. അതാണ് ഒന്നാമത്തെ ഓപ്ഷൻ. രണ്ടാമത്തെ കാര്യം ബാക്കപ്പ്സ് ആണ്. ഓട്ടോ ബാക്കപ്പ്സ് നമ്മൾ ഈ ഒരു DigitalOcean സെർവർ സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ടു, ഒരു ഡ്രോപ്ലെറ്റ് കോസ്റ്റിൻ്റെ ഒരു 20% കോസ്റ്റിൽ ഇവർ ബാക്കപ്പ്സ് സെറ്റ് ചെയ്യുന്നത്. അത് ഗോഡാഡിയിലാണെന്നുണ്ടെങ്കിലും ഓട്ടോമാറ്റിക് ബാക്കപ്പ് ഒരു എക്സ്ട്രാ കോസ്റ്റിന് അവൈലബിൾ ആണ്. സോ അവർ നമ്മുടെ സെർവർ ഇൻസ്റ്റൻസിന് പുറമേ ഒരു ബാക്കപ്പ് സിസ്റ്റത്തിൽ ഓട്ടോമാറ്റഡ് ആയിട്ട് നിശ്ചിത ഇടവേളകളിൽ ബാക്കപ്പ് സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കും. സോ ഇൻ കേസ് നമ്മുടെ വെബ്സൈറ്റ് ഫെയിലറാണ്, എന്തെങ്കിലും ഹാക്കിങ് ചെയ്തു അതിൻ്റെ ഫയൽസൊക്കെ പോയി, അല്ലെങ്കിൽ എന്തെങ്കിലും മലേഷ്യസ് പ്രോഗ്രാംസൊക്കെ എൻ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അതിനും പ്രീവിയസ് സേഫ് ആയിട്ടുള്ളൊരു വെർഷനിലേക്ക് റീസ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ബാക്കപ്പ്സ് എനേബിൾ ബാക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ നിശ്ചിത ഇടവേളകളിൽ ബാക്കപ്പ് ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ബാക്കപ്പ് നമുക്ക് ഒറ്റ ക്ലിക്കിൽ ഫുള്ളി റീസ്റ്റോർ ചെയ്യാൻ പറ്റും. ഇതാണ് സെർവർ ലെവലിൽ നമുക്ക് ചെയ്യാൻ പറ്റുക. അതിപ്പോൾ DigitalOcean ആണെങ്കിലും ഗോഡാഡി ആണെങ്കിലും ഏത് കമ്പനി ആണെങ്കിലും അവർ സെർവർ ലെവലിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. രണ്ടാമത്തൊരു മാനുവലി നമുക്ക് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ Cpanel. നമ്മൾ ഈ ഒരു വെബ്സൈറ്റ് ഇപ്പോൾ learnwithsebin.com എന്നുള്ള ഈ ഒരു വേർഡ്പ്രസ് വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ Cpanel അക്കൗണ്ടിലാണ്. Cpanel എങ്ങനെ ബാക്കപ്പ് എടുക്കാൻ നമുക്ക് നോക്കാം. ഇതിൽ ഫയൽസിൻ്റെ ഓപ്ഷനിൽ ബാക്കപ്പ് വിസാർഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ബാക്കപ്പും ഉണ്ട്. സോ നമ്മൾ ബാക്കപ്പ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതിനുള്ളിൽ നമുക്ക് ഡൗൺലോഡ് ഫുൾ ബാക്കപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ ഫ്യൂ മിനിറ്റ്സിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് വെബ്സൈറ്റിൻ്റെ ഫയൽസും ഡാറ്റാബേസും അടക്കമുള്ള ഒരു സിപ്പ് ഫയൽ ജനറേറ്റ് ആവും. അത് നമുക്കൊരു ഡയറക്ടറി തന്നെ ക്രിയേറ്റ് ആവും. എന്നിട്ട് നമുക്കിതൊരു ബാക്കപ്പ് കംപ്ലീറ്റ് ആകുമ്പോൾ ഒരു ഇമെയിൽ കിട്ടും, അല്ലെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ആ ഒരു സിപ്പ് ഫയൽ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ലോക്കൽ സ്റ്റോറേജിൽ സേവ് ചെയ്ത് വയ്ക്കാം. പിന്നെയുള്ളൊരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർഷ്യൽ ബാക്കപ്പ്സ് ആണ്. നമുക്ക് ഓരോ ഫയൽ സെറ്റ് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് വയ്ക്കാം. ഒന്ന് നമുക്ക് ഒരു ഡാറ്റാബേസ് ബാക്കപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതാണ് ഡാറ്റാബേസ്, അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡൗൺലോഡായി. അതുപോലെ തന്നെ നമുക്ക് ഇനി അതിൻ്റെ ഇമെയിൽ ഫോർവേഡേഴ്സ്, നമ്മൾ ഇമെയിലിനെ കുറിച്ച് സംസാരിച്ചിരുന്നു, ആ എല്ലാ കാര്യങ്ങളും നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരു വെബ്സൈറ്റിൻ്റെ കംപ്ലീറ്റ് അതിൻ്റെ ഒരു ഹോം ഡയറക്ടറി, നമ്മൾ ഫയൽ മാനേജറിൽ വേർഡ്പ്രസ് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന റൂട്ട് ഡയറക്ടറി മൊത്തത്തിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത എല്ലാ ഫയൽസും വേർഡ്പ്രസിൻ്റെ ഫയൽസും അടക്കം നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ശരിക്കും സ്റ്റോർ ചെയ്യേണ്ടത് ഈ ഡാറ്റാബേസ് ഫയലും പ്ലസ് ഈ ഒരു വെബ്സൈറ്റിൻ്റെ ഹോം ഡയറക്ടറിയുമാണ് നമുക്ക് ലോക്കലി സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത്. സോ ഇത് മാനുവൽ പ്രോസസ്സാണ്. നമ്മൾ എപ്പോഴാണ് ഒരു സേഫ് ആയിട്ടുള്ള ബാക്കപ്പ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാനുവലായിട്ട് ചെല്ല നമുക്ക് ബാക്കപ്പ് ഇങ്ങനെ എടുക്കാവുന്ന കാര്യമാണ്. പിന്നുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി അപ്ഡേറ്റുകൾ നടക്കുന്നൊരു വെബ്സൈറ്റ് ആണെങ്കിൽ, ഒരു പോർട്ടൽ ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ മാനുവലി ഇപ്പോഴും എടുക്കുന്ന കാര്യം ചിലപ്പോൾ നടപടാവുന്ന വരില്ല. അപ്പോൾ നമുക്ക് ചെയ്യുന്നൊരു കാര്യം, ആ വെബ്സൈറ്റിൽ ചെന്നിട്ട് ഓട്ടോമാറ്റഡ് ആയിട്ടുള്ള ബാക്കപ്പ് ടൂൾസ് ഉണ്ട്. ഇപ്പോൾ പ്ലഗിൻസിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള പ്ലഗിൻസ് അവൈലബിൾ ആയിരിക്കും. ഇപ്പോൾ ബാക്കപ്പ് നമ്മൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ അതിൽ ലഭിക്കുന്ന പ്ലഗിൻസ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട്, ഇപ്പോൾ ഈ ഒരു 3 million+ ആക്റ്റീവ് ഇൻസ്റ്റാളേഷനുള്ള ഒരു പ്ലഗിനാണ് ഈ കാണുന്നത്. ഇതിനുള്ളിൽ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ലൈക്ക് നമുക്ക് ഈ വെബ്സൈറ്റിൻ്റെ കംപ്ലീറ്റ് ബാക്കപ്പ്സ് ഡ്രോപ്പ് ബോക്സിലേക്കോ അല്ലെങ്കിൽ Amazon S3യിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ഗൂഗിൾ ഡ്രൈവിലേക്കോ നേരിട്ട് സേവ് ചെയ്യുന്ന ഓപ്ഷനാണ്. ഓട്ടോമേഷനാണ്. ഇത് സെറ്റ് ചെയ്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമേഷൻ നിശ്ചിതൊരു ഫ്രീക്വൻസിയിൽ ബാക്കപ്പ്സുകൾ റിമോട്ട് ആയിട്ടുള്ളൊരു സെർവറിലേക്ക് സേവ് ആവും. ഏറ്റവും സേഫായിട്ട് നമ്മുടെ ഗൂഗിൾ ഡ്രൈവിലേക്ക് തന്നെ സേവ് ആവും. നമുക്ക് അവിടെ നിന്ന് തിരിച്ച് റീട്രീവ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. സോ ഫ്രീക്വൻ്റ് ആയിട്ട് അപ്ഡേഷൻസ് വരുന്ന വെബ്സൈറ്റുകളെല്ലാം ഓട്ടോമാറ്റഡ് ആയിട്ടുള്ളൊരു ബാക്കപ്പ് സൊല്യൂഷനാണ് കുറച്ചുകൂടി ബെറ്റർ. അത് ഏറ്റവും ഫ്രീക്വൻ്റ് ആയിട്ട് വേണ്ടി വരും എന്നുള്ള വെബ്സൈറ്റ് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യുക. അല്ലെങ്കിൽ ഒരു 1 ടൈം വല്ല മാസത്തിലൊരിക്കലും വലിയ അപ്ഡേറ്റ് വരുന്നതാണെങ്കിൽ അവർ അപ്ഡേഷൻസ് കഴിയുന്നതിനനുസരിച്ച് നമുക്ക് സെർവർ ലെവലോ Cpanel ലെവലിലോ അല്ലെങ്കിൽ മാനുവലി വേർഡ്പ്രസിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ബാക്കപ്പ് എടുത്ത് സ്റ്റോർ ചെയ്താൽ മതിയായിരിക്കും.
ഇനി അതിൻ്റെ ബാക്കപ്പ് നമ്മൾ റീസ്റ്റോർ ചെയ്യാൻ നോക്കാം. റീസ്റ്റോർ ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ തന്നെ ഇപ്പോൾ Cpanel റീസ്റ്റോർ ചെയ്യുന്ന ഓപ്ഷൻ പറഞ്ഞു, ഇവിടെ തന്നെ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്, ക്ലിക്ക് ചെയ്ത് റീസ്റ്റോർ ചെയ്യാൻ പറ്റും. Cpanel നമ്മുടെ ബാക്കപ്പ് ഡൗൺലോഡ് ചെയ്യുന്നതിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെ കാണാൻ പറ്റും റീസ്റ്റോർ ചെയ്യാനുള്ള ഓപ്ഷൻ. നമ്മളിപ്പോൾ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫയൽ നമ്മൾ ജസ്റ്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ റീസ്റ്റോർ ആയിക്കോളും. അതല്ലാതെ നമുക്ക് Cpanel ചെന്ന് PHP MyAdminലേക്ക് ലോഗിൻ ചെയ്ത് ഇവിടെ നമുക്ക് ഇമ്പോർട്ട് എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് നേരിട്ട് ഡാറ്റാബേസ് ബാക്കപ്പ് എടുക്കാം. ഡാറ്റാബേസ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്വിക്കായിട്ട് ആ ഒരു ബാക്കപ്പ് ഡൗൺലോഡ് ചെയ്യുക ഓപ്ഷൻ വരുന്നുണ്ട്. ഇനി അതല്ല, ഈ ബാക്കപ്പിന് തിരിച്ചെപ്പോഴെങ്കിലും ഇമ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ട് ടൂൾ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ആ ഫയൽ ചൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഗോ അടിച്ച് കഴിഞ്ഞാൽ ആ ബാക്കപ്പിൽ ഇമ്പോർട്ട് ആവുന്നതാണ്. സോ ഇത്രയും രീതികൾ നമുക്ക് ബാക്കപ്പിൽ സെക്യൂർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് വെബ്സൈറ്റിൻ്റെ കംപ്ലീറ്റ് വർക്കുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം സെക്യൂർഡ് ആയിട്ട് ഒരു ബാക്കപ്പ്സ് ലോക്കലിലോ അല്ലെങ്കിൽ സെർവറിലോ സെപ്പറേറ്റ് ആയിട്ട് സെർവറിലോ സേവ് ചെയ്ത് വയ്ക്കുക. ഇൻ കേസ് വെബ്സൈറ്റ് എന്തെങ്കിലും ഹാക്കിംഗ് അറ്റംപ്റ്റോ എന്തെങ്കിലും ഫെയിലിയർ ആവാൻ വരികയാണെങ്കിൽ നമുക്ക് റീസ്റ്റോർ ചെയ്യാൻ പറ്റും.